ദൃശ്യചാരുത ഞങ്ങൾ എത്തിക്കുകയാണ് നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക്. എത്ര വാക്കുകൾ പറഞ്ഞാലും തീരാത്തത്രയും പൂരങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ പൂരം. മൊബൈലുകളുടെ പൂരമാണ് ഇവിടെ. മൊബൈൽ വെളിച്ചത്തിൽ നിൽക്കുകയാണ് എല്ലാവരും. ഇതാ മനോഹരമായ മറ്റൊരു രൂപം, കണ്ണിന് ആനന്ദം നൽകുന്ന കണ്ണന്റെ രൂപം അല്ലേ, ഫീലിയർന്ന കണ്ണന്റെ രൂപം, ലൈറ്റിട്ട കണ്ണന്റെ രൂപം, മനോഹരമായ കണ്ണന്റെ രൂപം. എന്ത് രസമാണ് കാണാൻ, എന്തു ഭംഗിയാണ് ഉണ്ണിക്കണ്ണനെ കാണാൻ. ഹൃദയത്തിൽ ആനന്ദം പകരുകയാണ്. ഓരോ ദേശവും മത്സരിക്കുകയാണ്. ഇതാ തിരുവമ്പാടിയുടെ മനോഹരമായ ചക്രം, സുദർശന ചക്രം കയ്യിലേന്തിയ ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന് കരുതുന്നു. സുദർശന ചക്രം കയ്യിലുള്ള ഒരു രൂപം പെട്ടെന്നാണ് മാറുക. ഒരു സെക്കൻഡ് കൊണ്ട് ഈ കമന്ററി ബോക്സിൽ നിന്ന് നോട്ടമെത്തുന്നതിനപ്പുറം വരെ അമ്പാടിയിലെ കണ്ണന്റെ ആ രൂപം എന്ത് രസമാണ് കാണാൻ. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത അത്രയും മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾ ഇവിടെ നിന്ന് കാണുകയാണ്. ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന്, പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂരിൽ, നാദധാര പെയ്തൊഴിഞ്ഞ ഈ തൃശ്ശൂരിൽ ദാ സുദർശന ചക്രം, തിരിയുന്ന സുദർശന ചക്രം. എന്ത് മനോഹരമായ ഭംഗി, വർണ്ണഭംഗി. ഇടയ്ക്കിടയ്ക്ക് ആ ലൈറ്റുകൾ, LED ലൈറ്റുകളും നിയോൺ ലൈറ്റുകളും അവയുടെ ഭംഗിയിൽ ഗജവീരന്മാർ എല്ലാവരും ചെവിയാട്ടുന്ന, ഇങ്ങനെ ഇമ്പമാർന്ന രീതിക്ക് താളത്തിനനുസരിച്ച് ചെവിയാട്ടുന്ന ഗജവീരന്മാർ. എന്ത് രസമാണ്. അതിൻ്റെ അടുത്ത് പോലും പൂരത്തിന്റെ പുരുഷാരമാണ്. പൂരത്തിന് തിരക്കാണ്. തൃശ്ശൂർ പൂരത്തിന് തിരക്കാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഭംഗിയൊന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് തൃശ്ശൂർ പൂരം കാണാൻ മക്കളും മരുമക്കളും പേരമക്കളുമായി കടന്നു വന്ന ആളുകൾ, ആബാലവൃദ്ധം ജനങ്ങൾ ഈ തൃശ്ശൂര് തടിച്ചുകൂടി നിൽക്കുകയാണ്. അങ്ങനെ മനോഹരമായ കാഴ്ച. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി എൻ്റെ പിതാവിനൊപ്പം പൂരം കാണാൻ പോയ രംഗത്തെ പറ്റി ആലോചിച്ചു.